ഫ്ലിപ്കാർട്ടിൽ കൂടെയും ആമസോണിൽ കൂടെയൊക്കെ ഫോൺസ് നമ്മൾ പർച്ചേസ് ചെയ്യാറുണ്ട്. പക്ഷെ ഫ്ലിപ്കാർട്ട് ആണോ ആമസോൺ ആണോ നല്ലതെന്ന് എല്ലാവരും ചോദിക്കുമ്പം എൻ്റെ ആൻസർ എന്ന് പറയുന്നത് അത് നമ്മൾ ഏതാണോ ഫോൺ മേടിക്കുന്നത് അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പോൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിക്കണോ ആമസോണിൽ നിന്ന് മേടിക്കണോ എന്നുള്ളത്. അതായത് ഇപ്പോൾ വിവോ നോക്കുകയാണെങ്കിൽ വിവോന്റെ ടി സീരീസ് കാണാം, അതേ സെയിം ഫോണാണ് ഐക്യൂന്റെ ഇസഡ് സീരീസ്, രണ്ടും സെയിം ഡിവൈസ് ആണ്, ആകെ വ്യത്യാസം പ്ലാറ്റ്ഫോമിലാണ്. വിവോ നോക്കുകയാണെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ കൂടെയും ഐക്യൂ നോക്കുകയാണെങ്കിൽ നമുക്ക് ആമസോണിൽ നിന്നും മേടിക്കാൻ പറ്റും. പക്ഷെ ഡിവൈസ് രണ്ടും സെയിം ആണ്, ഒരു പ്ലാന്റിൽ നിന്ന് വരുന്ന ഡിവൈസ് ആണ്. ഇതിപ്പം വിവോന്റെ ഐക്യൂന്റെ കാര്യം മാത്രമല്ല, അതുപോലെ തന്നെയാണ് നമുക്ക് റെഡ്മി ഡിവൈസും പോക്കോ ഡിവൈസും റീബ്രാൻഡ് ചെയ്ത് വരാറുണ്ട്. അതുപോലെ നോക്കുകയാണെങ്കിൽ സാംസങ്ങിന്റെ തന്നെ എഫ് സീരീസും എം സീരീസും വരാറുണ്ട്. രണ്ടും സെയിം ഡിവൈസുകളാണ്. ആമസോണിൽ കൂടെയും ഫ്ലിപ്കാർട്ടിൽ കൂടെയും വിൽക്കുന്നതല്ലാതെ സ്പെസിഫിക്കേഷൻ വ്യത്യാസം ഈ ഫോൺസ് തമ്മിലൊന്നും വരാറില്ല. അപ്പോൾ ഇത് മാത്രമല്ല നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, ഫ്ലിപ്കാർട്ടിൽ നിന്നും ആമസോണിൽ നിന്നും ഫോൺസ് പർച്ചേസ് ചെയ്യുമ്പോൾ ചില അബദ്ധങ്ങളും പറ്റാറുണ്ട്. പല ആൾക്കാരും പോയി ഫോൺസ് പർച്ചേസ് ചെയ്യും, ഇവിടെ ഓഫർ കിട്ടുന്നുണ്ടെന്നും പറഞ്ഞ് ചാടിക്കേറി വീഴാറുണ്ട്. പക്ഷെ ഒഫീഷ്യൽ സെല്ലർ ആയിരിക്കത്തില്ല. അതെങ്ങനെ മനസ്സിലാക്കണമെന്നും സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. അതുകൊണ്ട് തന്നെ ചാടി കയറി ഈ പ്ലാറ്റ്ഫോമിൽ വില കുറവുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് മാത്രമേ മേടിക്കത്തുള്ളൂ, അങ്ങനെ വെച്ച് ഒരിക്കലും ഫോൺ മേടിക്കാൻ നിൽക്കരുത്. അപ്പോൾ അതിന്റെ കാര്യം എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പോൾ ആദ്യം എനിക്ക് പറയാനുള്ളത്, ഈ ഒരു ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ. പിന്നെ പറയാനുള്ളതെന്ന് പറയുന്നത്, ആമസോൺ നോക്കിയാലും ഫ്ലിപ്കാർട്ട് നോക്കിയാലും ഒരുപാട് യൂസർ ബേസ് ഉണ്ട്. ചില ആൾക്കാർ ആമസോണിൽ നിന്ന് മാത്രമേ മേടിക്കത്തുള്ളൂ, ചില ആൾക്കാർ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മാത്രമേ മേടിക്കത്തുള്ളൂ. ഇത് നല്ലോണം ബ്രാൻഡ്സിന് അറിയാം. അതായത് ഇപ്പൊ ആമസോണിന്റെ പ്രൈം മെമ്പർഷിപ്പ് ഉള്ള ഒരു വ്യക്തി പോയി ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഫോൺ മേടിക്കുന്നത് വളരെ റെയർ ആണ്. അതുപോലെ തന്നെയാണ് ഫ്ലിപ്കാർട്ടിൽ സ്ഥിരമായിട്ട് പർച്ചേസ് ചെയ്യുന്ന പ്ലസ് മെമ്പർഷിപ്പ് ഉണ്ട്, അല്ലെങ്കിൽ ഒരുപാട് കോയിൻസ് ഉള്ള ഒരു വ്യക്തി ഒരിക്കലും ആമസോണിൽ പോയി ഫോൺസ് പർച്ചേസ് ചെയ്യാറില്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണം കൊണ്ടും ഇത് സംഭവിക്കാം. അപ്പൊ ആമസോണിൽ നിന്നും ഫ്ലിപ്കാർട്ടിൽ കൂടെയും ഒരു ഡിവൈസ് വിൽക്കാൻ വേണ്ടിയാണ് ഈ വിവോന്റെ ടി സീരീസും ഐക്യൂന്റെ സെഡ് സീരീസും വരുന്നത്, അല്ലാതെ വേറെ ഒന്നും കൊണ്ടല്ല. ഇപ്പൊ സർവീസും ഒക്കെ ആണെങ്കിലും സെയിം ആണ്. ഇപ്പൊ വിവോ മേടിച്ചാലും ഐക്യൂ മേടിച്ചാലും വിവോ തന്നെയാണ് സർവീസ് ചെയ്യുന്നത്. അതിനൊന്നും വലിയ വ്യത്യാസമൊന്നുമില്ല. ഇപ്പൊ സാംസങ്ങിന്റെ എം സീരീസ് മേടിച്ചാലും എഫ് സീരീസ് മേടിച്ചാലും സാംസങ് തന്നെയാണ് സർവീസ് ചെയ്യുന്നത്. അതിലും വേറെ മാറ്റമൊന്നുമില്ല. ഇപ്പൊ എം സീരീസിന് വേറെ സർവീസ് സെന്റർ, അല്ലെങ്കിൽ എഫ് സീരീസിന് വേറെ സർവീസ് സെന്റർ, അങ്ങനെയൊന്നും വരാറില്ല. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ഫ്ലിപ്കാർട്ട് എക്സ്ക്ലൂസീവ് ആയിട്ടാണ് വിവോ വരുന്നതെങ്കിൽ ആമസോൺ എക്സ്ക്ലൂസീവ് ആയിട്ടാണ് ഐക്യൂ വരുന്നത്. ഇത് വേറൊന്നും കൊണ്ടല്ല, ഞാൻ നേരത്തെ പറഞ്ഞ രീതി ഓഫ് കൺസ്യൂമേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയാണ്. ചിലർ എനിക്ക് ആമസോണിൽ നിന്ന് മതി എന്ന് പറയുമ്പോൾ ആമസോണിൽ നമ്മുടെ ഫോൺ അവൈലബിൾ ആണ്, അല്ലെങ്കിൽ ഇപ്പൊ എനിക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് മാത്രം മേടിച്ചാൽ എന്ന് പറയുന്ന ഒരു കൺസ്യൂമറിന് നമുക്ക് ഫ്ലിപ്കാർട്ടിലും അവൈലബിൾ ആണ്. അപ്പോൾ ഒരു ബുദ്ധിപൂർവ്വം ഫോൺ മേടിക്കുന്ന ഒരു വ്യക്തിക്ക് നമുക്ക് എങ്ങനെയാണ് ഫോൺ മേടിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും സിമ്പിൾ എന്ന് പറയുന്നത്, വിവോ എടുത്താലും ഐക്യൂ എടുത്താലും, ഇതിപ്പോ വിവോന്റെ കാര്യം മാത്രമല്ല ഏത് ബ്രാൻഡും ആയിക്കോട്ടെ, ഏത് പ്ലാറ്റ്ഫോമിലാണോ ഓഫർ കൂടുതൽ കിട്ടുന്നത് ആ പ്ലാറ്റ്ഫോമിൽ നിന്ന് മേടിക്കുന്നതാണ് നല്ലത്. ഇപ്പൊ ഐക്യൂന്റെ ഫോണിന് കൂടുതൽ ബാങ്ക് ഡിസ്കൗണ്ട് ആമസോണിൽ കൂടെ കിട്ടുകയാണെങ്കിൽ ഐക്യൂ എടുക്കുക, അല്ലെങ്കിൽ ഇപ്പൊ വിവോന്റെ ഫോണാണ് കൂടുതൽ ബാങ്ക് ഡിസ്കൗണ്ടും അല്ലെങ്കിൽ നോർമൽ ഡിസ്കൗണ്ട് ഒക്കെ വരുന്നതെങ്കിൽ വിവോ എടുക്കുക. എവിടെയാണോ ലാഭം അത് പർച്ചേസ് ചെയ്യുക. എന്നാൽ എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട്, ആമസോണിൽ ഒരു ഫോണ് മറ്റേ ഫോണിനെക്കാട്ടും വില കുറവാണെന്നും പറഞ്ഞ് ചാടിക്കേറി മേടിക്കാനും നിൽക്കരുത്. അതിനും ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, മിക്ക ആൾക്കാരും വരുത്തുന്ന ഒരു മിസ്റ്റേക്ക് ആണ്. എന്റെ സബ്സ്ക്രൈബർ ആയിട്ടുള്ള നിങ്ങൾ ഒരിക്കലും ആ ഒരു മിസ്റ്റേക്ക് വരുത്താതിരിക്കുക, ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പൊ ആ ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, ചില ഫോൺസ് ആമസോൺ എക്സ്ക്ലൂസീവ് ആയിരിക്കും, അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട് എക്സ്ക്ലൂസീവ് ആയിരിക്കും. അങ്ങനത്തെ ഫോൺസ് ഒന്നും ഒഫീഷ്യലി ആയിരിക്കത്തില്ല ബാക്കി പ്ലാറ്റ്ഫോമിൽ വിൽക്കുന്നത്. സിമ്പിൾ ആയിട്ട് പറയാനാണെങ്കിൽ, ആമസോണിൽ എക്സ്ക്ലൂസീവ് ആയിട്ട് ഇറങ്ങുന്ന ഒരു ഡിവൈസ് ആണ് വൺ പ്ലസ് ഡിവൈസ്. അതേ വൺ പ്ലസ് ഡിവൈസ് ഫ്ലിപ്കാർട്ടിൽ കിട്ടുന്നുണ്ടെങ്കിൽ അത് എക്സ്ക്ലൂസീവ് ആയിട്ട് വൺ പ്ലസ് സെല് ചെയ്യുന്നതല്ല, ഏതെങ്കിലും സ്റ്റോർ വഴി സെല് ചെയ്യുന്നതായിരിക്കാനാണ് ചാൻസസ് കൂടുതൽ. അതുകൊണ്ട് തന്നെ അങ്ങനെ എവിടെയെങ്കിലും ഓഫർ കാണുന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി പ്രോപ്പർ റിസർച്ച് ചെയ്യുക, ചാടി കയറി ഒന്നും അങ്ങനെ മേടിക്കാതിരിക്കുക. ചില ഡിവൈസുകൾ ഞാൻ കണ്ടിട്ടുണ്ട് 300-400 രൂപയൊക്കെ കുറവായിരിക്കും. ആ ഒരു 300-400 രൂപയും കുറവ് കണ്ടുകൊണ്ട് പല ആൾക്കാരും ചാടി അബദ്ധത്തിലേക്ക് പോകാറുണ്ട്. പിന്നെ കുറച്ച് മുമ്പേ പല രീതിയിലുള്ള സ്കാമും വന്നിട്ടുണ്ടായിരുന്നു. അതായത് വൺ പ്ലസിന്റെ തന്നെ ഇന്ത്യയിൽ ഇല്ലാത്ത ഫോൺസ് ഒക്കെ ഇവിടെ ഇന്ത്യയിൽ വിൽക്കുന്നുണ്ടായിരുന്നു. അതും ഇന്ത്യയിൽ നമ്മൾ മേടിക്കുകയാണെങ്കിൽ നമുക്ക് ആമസോണിൽ നിന്ന് വാങ്ങിച്ചെന്ന് പറഞ്ഞാലും ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചെന്ന് പറഞ്ഞാലും വാറന്റി കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ ഒഫീഷ്യലി ഉള്ള ഡിവൈസ് തന്നെ മേടിക്കാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും ശ്രമിക്കുക. അല്ലാത്ത ഡിവൈസുകൾ മാറ്റി നിർത്തുന്നതായിരിക്കും ബെറ്റർ. ചിലപ്പോൾ നല്ല ഡിവൈസ് കിട്ടാം, ചിലപ്പോൾ നിങ്ങൾ അബദ്ധത്തിലേക്കും പോകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ഒഫീഷ്യൽ അല്ല എന്ന് പറയാനുള്ള മെയിൻ റീസൺ, ഇപ്പൊ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ഫ്ലിപ്കാർട്ട് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം എടുക്കുകയാണ്. ഫ്ലിപ്കാർട്ടിൽ നമുക്ക് ഐക്യൂ എന്ന് പറയുന്ന ബ്രാൻഡ് ഒഫീഷ്യലി സെല് ചെയ്യുന്നില്ല. എന്നാൽ നമ്മൾ ഐക്യൂ എന്ന് പറഞ്ഞ് സെല് ചെയ്യുമ്പോൾ ഐക്യൂന്റെ ഡിവൈസ് നമുക്ക് അവിടെ കാണാൻ പറ്റും. അപ്പൊ അങ്ങനെ വരാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത്, അവിടെ കാണുന്ന ഐക്യൂന്റെ ഡിവൈസ് ഒന്നും ഐക്യൂ ഒഫീഷ്യലി സെല് ചെയ്യുന്നതല്ല, ഏതെങ്കിലും സ്റ്റോർ സെല് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഗ്യാരണ്ടി പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ അവോയ്ഡ് ചെയ്യാൻ പറയുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് നല്ല ഡിവൈസ് കിട്ടാൻ, വേറെ ഇഷ്യൂസ് ഒന്നും കാണത്തില്ല, വാറന്റി കാണും, എല്ലാം കാണും. എന്നാൽ ചിലപ്പോൾ നിങ്ങൾക്ക് പ്രോബ്ലംസിലേക്കും പോകാനുള്ള ചാൻസസ് ഉണ്ട്. ഇത് നേരത്തെ വൺ പ്ലസിന്റെ ചില മോഡൽസിലും ഇങ്ങനെ വന്നിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്ത് പറയുന്നത്. അഥവാ നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിലും പ്രോപ്പർ ആയിട്ട് റിസർച്ച് ചെയ്യുക. നേരത്തെ ആരെങ്കിലും ആ ഒരു സെല്ലറിന്റെ കയ്യിൽ നിന്ന് ഫോൺസ് പർച്ചേസ് ചെയ്തിട്ടുണ്ടോ, അതുപോലെ തന്നെ ജെന്യുവൻ ആണോ എന്നൊക്കെ ഒന്ന് സെർച്ച് ചെയ്തിട്ട് മാത്രം ഇതുപോലത്തെ ഒഫീഷ്യൽ അല്ലാത്ത സെല്ലേഴ്സിന്റെ കയ്യിൽ നിന്ന് ഫോൺസ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാവുള്ളൂ. അല്ലാതെ നോക്കുകയാണെങ്കിൽ ഒഫീഷ്യൽ സെല്ലർ തന്നെയാണ് ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. നിങ്ങളും അത് തന്നെ പർച്ചേസ് ചെയ്യാനാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. എന്നാൽ റീബ്രാൻഡ് ചെയ്ത് വിൽക്കുന്ന ഡിവൈസ് ആണെങ്കിൽ, രണ്ട് ബ്രാൻഡിന്റെ സൈഡിൽ നിന്ന് ആണെങ്കിൽ, ഏത് ബ്രാൻഡാണോ കൂടുതൽ
ഓഫർ ചെയ്യുന്നത് അതിലോട്ട് പോകുന്നതായിരിക്കും ബെറ്റർ. ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് എൻ്റെ ഓപ്പോ K30ന്റെ വീഡിയോയുടെ കമന്റ് സെക്ഷനിൽ ഞാനൊരു കമന്റ് കണ്ടായിരുന്നു. പുള്ളി പറയുന്നത് ഈ ഒരു ഫോൺ ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ ആണ് ആൻഡ് ഒരു 300 റുപ്പീസിന്റെ കുറവ് ഉണ്ടെന്നാണ്. സോ അങ്ങനെയൊക്കെ പോയി ചാടി കയറി മേടിക്കാതിരിക്കുക. ഈ ഒരു ഫോൺ എന്ന് പറയുന്നത് ഫ്ലിപ്കാർട്ട് എക്സ്ക്ലൂസീവ് ആണ്. അല്ലെങ്കിൽ ഓപ്പോന്റെ വെബ്സൈറ്റിലൊക്കെ അവൈലബിൾ ആണ്. അവിടെ നല്ല ഡിസ്കൗണ്ട് ഒക്കെ കിട്ടും, ബാങ്ക് ഡിസ്കൗണ്ട് ഒക്കെ ഈസിലി കിട്ടുന്നുണ്ട്. സോ അതൊക്കെ ചെക്കൗട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഓപ്പോ K30ന്റെ വീഡിയോ വേറെയും കുറെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്, ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ദിസ് ഈസ് ഫോൺ മോസ്. അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ.